നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി, ജനത്തിന് ഇരുട്ടടി. വൈദ്യുതി ചാർജ് വർധനവിനെ വെല്ലാൻ സൗരോർജ്ജ പാനലുമായി റിട്ടയർഡ് അധ്യാപകൻ. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പരിശോധന സംഘം. ഞീഴൂർ കൊക്കോ സംഭരണ കേന്ദ്രം അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ, ജനകീയ പ്രതിഷേധത്തിന് അണിയറ നീക്കം. മുളക്കുളം വളപ്പിൽ പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി. ചാർജ് വർധന നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ നട്ടം തിരിയുന്നതിനിടെ വർധനവ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളെ. സർചാർജ് ഒഴികെയുള്ള വർധന കഴിഞ്ഞ 10 വർഷങ്ങളായി നടപ്പാക്കിയിരുന്നില്ല. വർധനവിന് ശേഷം പവർ കട്ടും ഉണ്ടാകുമെന്ന് സൂചന. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ വൈദ്യുതി നിരക്ക് പ്രഖ്യാപിച്ചത്. ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ നിരക്ക് വർധനവ് പ്രഖ്യാപിച്ചാണ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും നിരക്ക് വർധന ബാധകമായിരിക്കും. പ്രധാനമായും ഗാർഹിക ഉപഭോക്താക്കളെയാണ് നിരക്ക് വർധന കാര്യമായി ബാധിച്ചിരിക്കുന്നത്. 500 യൂണിറ്റ് വരെ നിലവിലുള്ള സ്ലാബ് സമ്പ്രദായം തുടരും. സിംഗിൾ ഫേസ് കണക്ഷന് 20 രൂപയും 3 ഫേസ് കണക്ഷനുകൾക്ക് 60 രൂപയുമായി ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 40 യൂണിറ്റ് വരെ 1.5 രൂപ, 41 മുതൽ 80 യൂണിറ്റ് വരെ 1.90 രൂപ, 81 മുതൽ 120 യൂണിറ്റ് വരെ 2.20 രൂപ, 121 മുതൽ 150 യൂണിറ്റ് വരെ 2.40 രൂപ, 151 മുതൽ 200 യൂണിറ്റ് വരെ 3.10 രൂപ, 200 മുതൽ 300 യൂണിറ്റ് വരെ 3.50 രൂപ, 300 യൂണിറ്റ് മുതൽ 500 യൂണിറ്റ് വരെ 4.60 രൂപ, 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് യൂണിറ്റിന് 6.5 രൂപ എന്നിങ്ങനെയാണ് ഓരോ സ്ലാബിലെയും പുതുക്കിയ വൈദ്യുതി നിരക്ക്. 3000 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ കണക്ഷനുള്ള നിരക്ക് യൂണിറ്റിന് 4 രൂപ 10 പൈസയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മഴ കുറഞ്ഞതിനാൽ സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതുകാരണം കടുത്ത വൈദ്യുതി നിയന്ത്രണവും ചാർജ് വർധനയും പിന്നാലെ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പവർ കട്ട് അടക്കമുള്ള നിയന്ത്രണങ്ങളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 10 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് വൈദ്യുതി ചാർജിൽ വർധന ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഇടയ്ക്ക് സർചാർജ് ഏർപ്പെടുത്തിയെങ്കിലും വൈദ്യുതി ചാർജ് കൂട്ടിയിരുന്നില്ല. വൈദ്യുതി ചാർജ് വർധനവേറെ ജനകീയമായ പ്രതിഷേധം തന്നെ പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു. UDF സർക്കാരിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതോടെ ഇടതുപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിലും ഇടതു മുന്നണി നേതൃത്വത്തിലും പരസ്യമായ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ ഇങ്ങനെയാണ്. ഇത് 10 വർഷത്തിന് ശേഷം ആദ്യമായി ഉണ്ടായ നമുക്ക് ഏറ്റവും കൂടുതലായി ഉണ്ടായ ഒരു വർധനമാണിത്. ഇത് കാരണം ജനങ്ങളെ വളരെ രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം വ്യാപാരികളെ സംബന്ധിച്ചാണെങ്കിലും സാധാ ജനങ്ങളെ സംബന്ധിച്ചാണെന്ന് പറഞ്ഞാൽ വളരെ ഇപ്പോൾ തന്നെ വളരെ വലിയ തുകയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ സാധാരണ അരിക്ക് ആണെങ്കിൽ വില കൂടുന്നു, എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നു. അതുപോലെ തന്നെ കറണ്ട് ചാർജ് വർധനവ് ഒരു പ്രതിഷേധം നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലേക്ക് മാറുകയാണ്. ഒരു തരത്തിലും ജനങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയാണ്. കറണ്ട് ഇല്ല, ഇന്നത്തെ മാത്രമായിട്ട് കറണ്ടെന്ന് പറയാൻ സംഗതിയില്ല. അതിനിടയ്ക്ക് കറണ്ട് കട്ട ഈ കട്ടോടെ പോയാലും രാവിലെ കൂട്ടി പറയുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര പോരാണ്. പെട്രോൾ വില കൂടി, ഡീസലിന് വില കൂടാൻ പോകുന്നു, അതുപോലെ തന്നെ ഗ്യാസ് വില കൂടുന്നു, സാധനങ്ങളുടെ എല്ലാം വില കൂടുതൽ, പച്ചക്കറി എല്ലാ സാധനങ്ങളും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ കട്ടിയാറോടെ കൂടിക്കഴിഞ്ഞാൽ പൊതുജനങ്ങളാകെ ഒരു രക്ഷയില്ല. ഇത് കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് മാത്രമായിട്ട് കറണ്ടില്ല, പറയാതെ ഏരിയയിൽ കറണ്ടില്ല. വേറെ കൂടി കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വളരെ ഇത് പ്രതികൂലമായ രീതിയിൽ തന്നെ വളരെ രൂക്ഷമായ ബാധിക്കുന്ന ഒരു സംഭവം. സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ള കറണ്ട് ചാർജ് അമിതമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുകയില്ല. എല്ലാവരും ഒരു ഇക്കടിയായിട്ട് തന്നെ കണക്കൂട്ടിക്കൊണ്ട് വേണം ഇതിനെ പ്രതികരിക്കാൻ. ശക്തമായിട്ട് പ്രതികരണം ഉണ്ടാവണം ജനങ്ങളുടെ. ഇത് ഈ നിരക്കിനോട് യോജിക്കാൻ പറ്റിയല്ലോ. ഒരു കടക്കാരെ സംബന്ധിച്ച് യാതൊരു കാരണവശാലും കിട്ടുന്ന തുച്ഛമായ ഒരു ലാഭവിധമുള്ളൂ. അപ്പൊ അത് മുഴുവൻ തന്നെ അതും കയ്യിൽ നിന്ന് പൈസ മുടക്കുന്ന രീതിയിലുള്ള ഒരു വൻ വർധനമാണ്. ഇതിനോട് പ്രതികരിക്കുക എന്നല്ല, എന്ത് സമര രീതികളും അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആൾക്കാർ, സകല ആൾക്കാരും എല്ലാ ജനങ്ങളും ഇതിനോട് വരുത്തേണ്ട ആവശ്യം കഴിഞ്ഞിരിക്കുകയാണ്.
ഒരു യാതൊരു ക്രമീകരണവും ഇല്ലാതെ ഇങ്ങനെ ഒരു വർധന വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കടക്കാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റിയല്ലാത്ത ഒരു ഇതാണത്. ബിസിനസ്സിനെ എല്ലാത്തിനും ബാധിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെ വെല്ലാൻ സൗരോർജ്ജ പാനലുമായി റിട്ടയർഡ് അധ്യാപകൻ. കുറവിലങ്ങാട് തെക്കേടത്ത് അഡ്വക്കേറ്റ് TN ജോർജാണ് ഈ രംഗത്ത് വേറിട്ട പ്രവർത്തനം നടത്തുന്നത്. സാധാരണ ജനത്തിന്റെ കുടുംബ ബജറ്റിനെ തകർക്കുന്ന ഇരുട്ടടി സമ്മാനിച്ച വൈദ്യുതി വകുപ്പിനെതിരെ സൗരോർജ്ജ പാനലിലൂടെ തക്കതായ മറുപടി നൽകുകയാണ് അഭിഭാഷകനും മുൻ അധ്യാപകനുമായ കുറവലങ്ങാട് തെക്കേടത്ത് TM ജോർജ്. സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയെ മറികടക്കുവാൻ സൗരോർജ്ജ പാനലിലൂടെ കഴിയുമെന്ന് തെളിയിക്കുകയാണ് അഭിഭാഷകനായ TM ജോർജ്. പവർകട്ടും ചാർജ് വർധനയും ബാധിക്കാത്ത രീതിക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പൂർണ്ണമായും തന്റെ വീട്ടിൽ നടപ്പിലാക്കിയതായും TM ജോർജ് പറയുന്നു. ഇവിടെ 3 സോളാർ പാനലാണ് വെച്ചിരിക്കുന്നത്. ഈ 3 സോളാർ പാനലും കൂടി 300 ആംപിയർ അവർ കറണ്ട് ഉണ്ടാകും. ഇവിടെ സൂര്യപ്രകാശമുള്ളപ്പോൾ ലഭിക്കുന്ന കറണ്ട് ബാറ്ററി ചാർജ് ചെയ്യുകയും അതിനും പുറമെ പകൽ സമയത്ത് പ്രകാശമുള്ളപ്പോൾ ഈ ഇവിടെയുള്ള മിക്ക ഉപകരണങ്ങളും ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് ഫാനുകൾ, ലൈറ്റ്, വാഷിംഗ് മെഷീൻ ഇവയൊക്കെ ഈ സൂര്യപ്രകാശമുള്ള സമയത്ത് മെയിൻസ് സ്വിച്ച് ഓഫ് ചെയ്താലും അല്ലെങ്കിൽ കറണ്ട് പൂർണ്ണമായിട്ടും കട്ടാണെങ്കിലും പ്രവർത്തിപ്പിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസം കൂടിയുള്ള ബില്ലിൽ ഒരു 100 യൂണിറ്റിന്റെ കുറവ് വന്നിട്ടുണ്ട്. എന്റെ വീട്ടിലെ ആവറേജ് കറണ്ട് കൺസംപ്ഷൻ ദ്വൈമാസം 465 യൂണിറ്റാണ്. ഇത് വെച്ചതിന് ശേഷം അത് 350 യൂണിറ്റായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ 100 യൂണിറ്റിന് മുകളിലുള്ള കുറവ് ഒരു മാസത്തെ കറണ്ട് കൺസംപ്ഷന് വന്നിട്ടുണ്ട്. കുറെ കൂടെ ശ്രദ്ധിക്കാമെങ്കിൽ 2 മാസത്തെ കറണ്ടിന്റെ ഉപയോഗം പ്രതിമാസം 150 വെച്ച് 300 യൂണിറ്റായിട്ട് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം 300 യൂണിറ്റിൽ കൂടുതലുള്ള യൂണിറ്റുകൾക്ക് വളരെയധികം വില ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ട്. മാത്രമല്ല കറണ്ടിന്റെ ഷോർട്ടേജിനെ പറ്റി എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പകൽ സമയത്ത് കറണ്ട് ഇല്ലാത്തപ്പോൾ വീട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നടത്താനും അതുപോലെ തന്നെ രാത്രിയിൽ കറണ്ട് കട്ടുള്ളപ്പോൾ വീട്ടിൽ ലൈറ്റും ഫാനുമെങ്കിലും നടത്താനും ഒക്കെ ആവശ്യമായിട്ടുള്ള കറണ്ട് ഇതുമൂലം കിട്ടും. ഒരു 100-150 യൂണിറ്റ് വരെ ദ്വൈമാസം കുറവ് വരാനും സാധിക്കും. ഈ 3 പാനലിലും കൂടി പാനലിന്റെ വില 45,000 രൂപ. അത് ഇവിടെ കൊണ്ട് സ്റ്റാൻഡിൽ വെച്ച് ഫിറ്റ് ചെയ്തതിന് എറണാകുളത്ത് നിന്ന് കൊണ്ടുവന്നതിന് ഒരു 1,500 രൂപ. അങ്ങനെ 46,500 രൂപയും പിന്നെ ബാറ്ററിയും ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾക്കൊരു 15,000 രൂപയും അങ്ങനെ 60,000 രൂപ ടോട്ടലായിട്ട് ഇതിന് മുടക്കുണ്ട്. ാനുള്ള ഒരു ഇതുണ്ടായത് കറണ്ട് കട്ട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്ന്. രണ്ടാമതായി ഈ സോളാർ പവർ എന്ന് പറയുന്നത് നമുക്ക് വെറുതെ കിട്ടുന്നതായതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു താല്പര്യം. എന്റെ വീട്ടിലെ ഞാൻ നേരത്തെ ഒരു സോളാർ വാട്ടർ ഹീറ്ററാണ് വെച്ചിരിക്കുന്നത്. കാരണം കറണ്ട് ചാർജ് ഇല്ലാതെ അല്ലെ കറണ്ടിന്റെ ഉപയോഗം ഇല്ലാതെ തന്നെ ചൂടുവെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ എനിക്കുള്ള താല്പര്യം കൊണ്ട് ഞാൻ വെച്ചതാണ്. കഴിഞ്ഞ 6-7 വർഷമായി 2 മാസം കൂടുമ്പോൾ 465 യൂണിറ്റ് ഈ വീട്ടിൽ ചെലവാകുന്നുണ്ട്. 465 യൂണിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണയിലും കൂടുതലാണ്. 1000 നിലവിലെന്ന നിരക്കനുസരിച്ച് 1,750 രൂപ 1,800 രൂപ ഈ മാസം കറണ്ട് ചാർജ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒരു സോളാർ സിസ്റ്റം, സോളാർ എനർജിയുടെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു പരീക്ഷണത്തിന് മുതിർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസമായി ദ്വൈമാസ ഉപഭോഗത്തില് 100 യൂണിറ്റിന്റെ കുറവ് വന്നിട്ടുണ്ട്. കുറെ കൂടെ ശ്രദ്ധിക്കാമെങ്കിൽ 450 യൂണിറ്റ് ദ്വൈമാസം എന്നുള്ളത് 300 യൂണിറ്റ് ആക്കി കുറയ്ക്കാം. ഈ 300 യൂണിറ്റ് എന്ന് പറയുന്നതിന് ഇപ്പോൾ വലിയ പ്രസക്തിയുണ്ട്. കാരണം 300 മുതൽ 500 വരെയുള്ള യൂണിറ്റുകൾക്ക് ഇന്നത്തെ നിരക്ക്
അനുസരിച്ച് പറഞ്ഞിരിക്കുന്ന നിരക്കനുസരിച്ച് 7.5 രൂപ കറണ്ട് ചാർജ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 500 യൂണിറ്റ് പ്രതി ദ്വൈമാസം ഉപയോഗിക്കുന്ന ഒരു ആളിന് 3250 രൂപയും മറ്റ് ചെലവുകളും കൂടി 3500 രൂപ 2 മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് കൊടുക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സംവിധാനം വെച്ചതിന് ശേഷം 465 യൂണിറ്റ് ദ്വൈമാസം ഉണ്ടായിരുന്നത് 350 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അത് 300 യൂണിറ്റിൽ താഴെയാക്കാനും ഈ 7.5 രൂപ വരുന്ന യൂണിറ്റിൽ നിന്നും കുറഞ്ഞ യൂണിറ്റിലേക്ക് പോകാനുമുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. അത് കുറെ കൂടെ എല്ലാവരെയും സഹകരിപ്പിച്ച് ധാരാളം വീടുകളിൽ പറ്റുന്നിടത്തെല്ലാം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനമായ കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അനേർട്ട് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സോളാർ ജനറേറ്റർ വയ്ക്കുന്നതിന് ഉള്ള സബ്സിഡി കൊടുക്കാം. എന്നാൽ 1000 വോട്ട് ഉള്ളിടത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരു 9 പാനൽ വെക്കുന്നിടത്ത് മാത്രമേ ഇപ്പോൾ സബ്സിഡി കൊടുക്കുന്നുള്ളൂ. 2 ലക്ഷം രൂപ മുടക്കുന്നിടത്ത് 75,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെപ്പോലെ 3 പാനൽ വെക്കുകയും മാസം ഒരു 60 യൂണിറ്റ് എങ്കിലും കുറവ് വരുത്തുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 25,000 രൂപ 75,000ന്റെ 3-ൽ 25,000 രൂപയെങ്കിലും സബ്സിഡി കൊടുത്താൽ ഈ പ്രസ്ഥാനം പലർക്കും തുടരുന്നതിനുള്ള വലിയൊരു പ്രചോദനമാകും. അതിനുള്ള നടപടി അനേർട്ടും ഗവൺമെന്റും വരുത്തണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. കഴിഞ്ഞ അനേക വർഷങ്ങളായി ജോർജിന്റെ വീട്ടിലെ ശരാശരി ദ്വൈമാസ വൈദ്യുത ഉപഭോഗം 460 യൂണിറ്റ് ആയിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം 460 യൂണിറ്റ് ആയിരുന്നുവെങ്കിലും സൗരോർജ്ജ പാനൽ ഘടിപ്പിച്ചതോടെ ഉപഭോഗം 354 യൂണിറ്റായി കുറഞ്ഞതായി ജോർജ് പറയുന്നുണ്ട്. 60,000-ഓളം രൂപ ചെലവഴിച്ചാണ് 3 സോളാർ പാനലുകൾ, ബാറ്ററിയും ഇൻവെർട്ടറും ജോർജ് വീട്ടിൽ സ്ഥാപിച്ചത്. പകൽ സമയം സോളാർ ഇൻവെർട്ടർ ഉപയോഗിച്ച് ലൈറ്റും ഫാനും വാഷിംഗ് മെഷീനും അടക്കമുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാൽ രാത്രിയിൽ മാത്രമാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യമായ ഉപയോഗം വേണ്ടിവരുന്നതെന്ന് ജോർജ് പറയുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി പരിശോധനാ സംഘത്തിന്റെ കണ്ടെത്തൽ. കുറവിലങ്ങാട്, തോട്ടുവ എന്നിവിടങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസ സൗകര്യങ്ങൾ മതിയായ ആരോഗ്യ ശുചിത്വം പാലിക്കാതെയെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം കുറവലങ്ങാട്ട് കോഴിയിറച്ചിയിൽ നുരയ്ക്കുന്ന പുഴുവിനെയും പാലിൽ ചത്ത ഈച്ചയെയും കണ്ടതിന് പിന്നാലെ ഹോട്ടലുകളും കേറ്ററിംഗ് സർവീസ് കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പ് നടത്തുന്ന പരിശോധനയുടെ ഇടയിലാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുള്ളത്. 100 കണക്കായ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിടത്തും മതിയായ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അടിയന്തര ക്രമീകരണങ്ങളോ പോലും ലഭ്യമാക്കിയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ് കുറവലങ്ങാട്, ഇടങ്ങൂർ, കാണക്കാരി, കടപ്ലാമറ്റം, ഞീഴൂർ, കടുത്തുരുത്തി പ്രദേശങ്ങളിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തോട്ടുവായിൽ ബംഗാൾ സ്വദേശികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയിരുന്നു. ഇവിടെ മതിയായ സൗകര്യങ്ങൾ ഒന്നും ലഭ്യമാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയ ആരോഗ്യവകുപ്പ് കെട്ടിട ഉടമയ്ക്കും കരാറുകാരനും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മതിയായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന സമയം പിന്നിടുന്നുവെങ്കിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഈ കേന്ദ്രങ്ങളിൽ വരുത്തിയിട്ടില്ല എന്നറിയുന്നുണ്ട്. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബംഗാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഇവിടെയും കട്ടിലുകൾ കൂട്ടിയിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ കിടക്കുകയാണെന്നും ഇവിടെ താമസിക്കുന്ന അത്രയും തൊഴിലാളികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലും ലഭ്യമാക്കിയിട്ടില്ലെന്നും ആരോഗ്യ വിഭാഗം കുറവലങ്ങാട് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ പറയുന്നുണ്ട്. ആരോഗ്യവകുപ്പ് ഹോട്ടലുകളിൽ നടത്തുന്ന പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കിടങ്ങൂരിൽ 3 ഹോട്ടലുകളിൽ പരിശോധന നടത്തിയതിൽ ഒരു ഹോട്ടൽ മതിയായ ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങളില്ലെന്ന് കണ്ടെത്തി നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ കുറവലങ്ങാട് പള്ളിക്കവലയിൽ പ്രവർത്തിക്കുന്ന കേറ്ററിംഗ് സർവീസ് കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ക്രമീകരിച്ചാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പരിശോധന ശക്തമാണെങ്കിലും പലയിടങ്ങളിലും നടപടികൾ സ്വീകരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർ അലംഭാവം ഭാവിക്കുന്നതായും ഇതിനിടയിൽ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ശക്തമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായാൽ ഹോട്ടലുകളും കേറ്ററിംഗ് സർവീസ് കേന്ദ്രങ്ങളും ബ്രോയിലർ ചിക്കൻ ഫാമുകളുമൊക്കെ മതിയായ ആരോഗ്യ സുരക്ഷാ ക്രമീകരണത്തോടെ പ്രവർത്തിക്കുകയും
നാടിന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ചുറ്റുപാടുകളിൽ നിന്ന് ഒഴിവായി നിൽക്കുകയും ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഞീഴൂർ കൊക്കോ സംഭരണ കേന്ദ്രം നിക്കോസ് അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ. ഭരണസമിതി സംഘത്തിന്റെ സ്വത്ത് വിനിയോഗിക്കുന്നതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ലെന്ന് ആക്ഷേപം. അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ ജനകീയ കൂട്ടായ്മ. പ്രവർത്തനമില്ലാത്ത സംഘത്തിൽ ഭരണസമിതികൾ മാറി മാറി വരുന്നത് വൈരുദ്ധ്യം. നൂറുകണക്കിന് കൊക്കോ കർഷകർക്ക് ആശ്രയമായിരുന്ന ഞീഴൂർ കൊക്കോ സഹകരണ സംഘം നിക്കോസ് അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ കഴിയുന്നു. 3 പതിറ്റാണ്ട് മുമ്പ് കൊക്കോ കർഷകരെ സഹായിക്കാനായി കർഷകരെ സംഘടിപ്പിച്ച് അന്തരിച്ച ഫാദർ പോൾ പഴയമ്പള്ളി രൂപീകരിച്ചതാണ് ഞീഴൂർ കൊക്കോ സഹകരണ സംഘം. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരണ കേന്ദ്രങ്ങൾ വഴി കൊക്കോ സംഭരിക്കുകയും കൊക്കോ കൃഷി വ്യാപിപ്പിക്കാൻ നടപടി സ്വീകരിക്കുകയുമായിരുന്നു നിക്കോസിന്റെ പ്രവർത്തന ലക്ഷ്യം. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന കൊക്കോ ഉണക്കി സംഭരിക്കാനുള്ള സാങ്കേതിക സൗകര്യവും ഫാക്ടറിക്ക് സ്വന്തമായി ലഭ്യമാക്കിയിരുന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചിട്ട് 6 വർഷം കഴിഞ്ഞുവെങ്കിലും മാറി മാറി വന്ന ഭരണസമിതികൾ ഫാക്ടറി തുറക്കാൻ നടപടി സ്വീകരിക്കാതായതോടെ ഞീഴൂർ, കുറവലങ്ങാട്, മരങ്ങാട്ടുപള്ളി, കടുത്തുരുത്തി, മാഞ്ഞൂർ, ഉഴവൂർ പഞ്ചായത്തിലെ 100 കണക്കിന് കൊക്കോ കർഷകർ വിളവെടുത്ത് നൽകാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണിപ്പോൾ. സ്ഥാപനം അടച്ചുപൂട്ടിയതോടെ ഇവിടെ പണിയെടുത്തിരുന്ന 20ഓളം തൊഴിലാളി കുടുംബങ്ങളും പട്ടിണിയിലായി. കാംഗോ കൊക്കോ സമ്മേളനത്തിൽ പിന്മാറിയതും സാമ്പത്തിക പ്രതിസന്ധിയും മൂലമാണ് സ്ഥാപനം അടച്ചുപൂട്ടിയെന്ന് സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഭാരവാഹികൾ പറയുന്നുണ്ട്. സ്ഥാപനം ഭരിക്കുന്നവർ ഫാക്ടറി ഇരിക്കുന്ന 3 ഏക്കറിലെ ആദായവും സ്വത്തുവകകളും കൈകാര്യം ചെയ്യുന്നതായി ആക്ഷേപം ഉയരുന്നതിനിടയിലാണ് ഭാരവാഹികളുടെ ന്യായീകരണം. ഫാക്ടറി തുറന്നു പ്രവർത്തിപ്പിക്കാനും സ്വത്തുവകകൾ സംരക്ഷിക്കുവാനും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് ഇറങ്ങാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാരിൽ ചിലർ. കാത്തിരിപ്പിന് വിരാമം. മുളക്കുളം വളപ്പിൽ പാലം ശനിയാഴ്ച നാടിന് സമർപ്പിക്കും. കോട്ടയം, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മുളക്കുളം വളപ്പിൽ പാലം ശനിയാഴ്ച രാവിലെ 9-ന് നാടിന് സമർപ്പിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് ഗതാഗതത്തിനായി പാലം തുറന്നുകൊടുക്കും. മോഹൻ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. മുളക്കുളം അമ്പലംപടിയിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ജോസ് കെ മാണി MP മുഖ്യപ്രഭാഷണം നടത്തും. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും.